ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് ഒന്നിച്ച് നമുക്ക് റിമൈൻഡ് ചെയ്യാം. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. താങ്ക് യു. പുറത്ത് വന്നിരിക്കുന്ന എല്ലാവരും അകത്തോട്ട് വരണം. അകത്തോട്ട് കയറിയിരിക്കണം. ഏതൻ ബായ് കവിതാ ഗ്രൂപ്പിന്റെ ഇനോഗ്രേഷൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമുക്കറിയാം, ഇതൊരു ബിസി വീക്കാണ്, ന്യൂ ഇയർ വീക്കൊക്കെയാണ്. എന്നിട്ടും ഇവിടെ ഒരുപാട് പേര് ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേരിലും നമ്മളുടെ വഗീസ് അംഗ്ലാൻ ഫാമിലിയുടെ പേരിലും ഞാൻ ആദ്യം തന്നെ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ഈ ഒരു പരിപാടിയിലേക്ക്. അപ്പം നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം പരിപാടിയായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാവും, സ്വാഗതം ഉണ്ടാവും, അതിൽ ആശംസ ഉണ്ടാകുന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. കാരണം അതിനുള്ള പരിപാടിയൊന്നുമില്ല. വെറും ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും. അധികം സമയമൊന്നും ഉണ്ടാവില്ല. ആദ്യം പറയുകയാണ്. അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ. ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പുതുവത്സര ദിനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 2017 ജനുവരി 1-ാം തീയതി ഇതുപോലെ കവിതാ ഇവന്റ് ഹബ്ബ് എന്ന ഒരു സ്ഥാപനം കിടാമംഗലത്ത് ആരംഭിക്കുമ്പോൾ നമുക്ക് അതിൽ പങ്കെടുത്താൽ എല്ലാവർക്കും അറിയാൻ പറ്റും അന്ന് ആ ഉദ്ഘാടനം ഇവിടെ എങ്ങനെയാണ് നടന്നതെന്നുള്ളത്. ആ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ കിടാമംഗലം പ്രദേശത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരു പൂരം അല്ലെങ്കിൽ ചെറായി പൂരം പോലെ ഒരു പൂരത്തിൻ്റെ പ്രതീതിയായിരുന്നു. അത്രയേറെ ജനപ്രവാഹമായിരുന്നു നമ്മളുടെ ഈ ഒരു ആ ഉദ്ഘാടനം വന്നത്. അപ്പോൾ വന്നപ്പോൾ പല ആളുകളും വളരെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് അന്ന് ആ ഈ പരിപാടി കാണാനായിട്ട് അല്ലെങ്കിൽ ഉദ്ഘാടനം കാണാനായിട്ട് വന്നത്. അന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുണ്ടായി, ഇതാണോ എന്നുള്ളൊരു ചോദ്യം, അതിശയകരമുള്ളൊരു ചോദ്യം. കാരണം വേറൊന്നും ആയിരുന്നില്ല, ഒരു സ്കെൽട്ടൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയ പ്രതീക്ഷയോടുകൂടി ഓരോരുത്തരും വന്നിട്ട് കണ്ടത് ഒരു അസ്ഥികൂടം പോലെ. കവിതാ ഇവന്റ് ഹബ്ബ് എന്നുള്ളൊരു ഓഡിറ്റോറിയം വളരെ അസ്ഥികൂടം പോലെയായിരുന്നു. 2017 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ഭയങ്കര ഗംഭീരമായിരുന്നു. ജനങ്ങളൊക്കെ ഉണ്ടായി. നമ്മളിവിടെ 9 തിരിയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ തിരി തെളിയിക്കാനായിട്ട് ഫാദർ തോമസ് മൽപ്പാനച്ചനെയും വഗീസ് അങ്കിൾ കവിതാന്റെയും ഞാൻ ഹോൾ ഫാമിലിയെ ഞാൻ വെൽക്കം ചെയ്യാണ്. പ്ലീസ് കം ഫോർവേഡ്.
കൈ കൊടുക്കാം. ഇനി രണ്ടാമത്തെ തിരിഞ്ഞിരിക്കാൻ ഞാൻ കാവ്യ ചേച്ചിയുടെ ഫിയാൻസ് ആൻഡ് ഫാമിലിയെ ഞാൻ വെൽക്കം ചെയ്യണം. അവരൊന്ന് ഫ്രണ്ടിലോട്ട് വരണം. ബാക്കി സംഘടനയ്ക്ക് എല്ലാവരും അവരൊന്നിച്ച് രണ്ടാമത്തെ ഭദ്രദീപം തെളിയിക്കാം. ഇനി മൂന്നാമത്തെ തിരിഞ്ഞിരിക്കാൻ ഞാൻ കവിതാനിയുടെ പാരൻസിനെയാണ് വെൽക്കം ചെയ്യുന്നത്. താങ്ക് യു. ഇനി അടുത്ത ഭദ്രദീപം തെളിയിക്കാനായിട്ട് അടുത്ത നമ്മുടെ കവിത ഗ്രൂപ്പിൻ്റെ സീനിയർ സ്റ്റാഫ്സ് ആൻഡ് ജനറൽ മാനേജറായിട്ടുള്ള ഡോക്ടർ കെ പത്മനാഭൻ സർ, മോഹൻദാസ്, ഷിബു, ആൻഡി അവരൊന്നിച്ചാണ് അടുത്ത തിരിതെളിക്കേണ്ടത്.